ആ വീട്ടിൽ ചെന്ന് വഴക്കുണ്ടാക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു. ഞാൻ എത്ര വട്ടം പറഞ്ഞതാ അങ്ങോട്ട് പോണ്ടാന്ന്. നമ്മുടെ വീട്ടിലെ അവസ്ഥ തന്നെ അവിടെ. ഇവിടെ ദേവിയും മാധവട്ടനെയും കാണാത്തതിന്റെ ദുഃഖം, അവിടെ മീര മരിച്ചതിന്റെ ദുഃഖം. മീര മരിച്ചതിൽ ദുഃഖിച്ചോട്ടെ, കുറ്റമൊക്കെ കൂടി ചേച്ചിയുടെ അച്ഛന്റെ തലയിൽ വെക്കുന്ന എന്തിനാ? അതുമല്ല, എന്റെ ബലമായ സംശയം ചേച്ചിയും അച്ഛനെയും ആ പ്രഭാവതി അപായപ്പെടുത്തിയെന്ന് തന്നെയാ. അല്ലല്ല, എല്ലാം കൂടെ ആലോചിക്കുമ്പോ അവർക്കൊന്നും ഇതിൽ പങ്കുള്ളതായിട്ട് തോന്നുന്നില്ല. മറ്റെന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്. നമ്മുടെ കഷ്ടകാലം അത് പറഞ്ഞാ മതി. ഇതൊക്കെ അനുഭവിക്കാൻ വിധി കിടക്കുന്നു. പോലീസിന്റെ അന്വേഷണം ശരിയായ വഴിക്കല്ലെന്നാ തോന്നുന്നത്. അതെന്താ? ബലരാമൻ സാറ് നന്നായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട്. ചേച്ചിയെ കുറ്റവാളിയാക്കി നേരത്തെ തീരുമാനിച്ചിട്ടാ ഓരോ നീക്കങ്ങളും. എല്ലാം കൂടി ആലോചിച്ച് ഭ്രാന്ത് കേറിട്ടാ ഞാൻ ചന്ദ്രത്തേക്ക് പോയത്. എന്തായാലും സിദ്ധാർത്ഥൻ സാർ വാക്ക് പറഞ്ഞതല്ലേ ദേവിയെ കണ്ടുപിടിച്ചു തരാന്ന്. അത് വിശ്വസിക്കാം നമുക്ക്. അന്ന് രാത്രി നമ്മളും കൂടി ആ ഫംഗ്ഷന് പോയിരുന്നെങ്കിലേ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. ചേച്ചി അവിടെ നമ്മുടെ കൂടെ ഉണ്ടാവുമായിരുന്നു. എനിക്കിനി ഈ ഇടയ്ക്കൊന്നും കോളേജിൽ പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കൊലപാതകയുടെ അനിയത്തിയല്ലേ, പുറത്തിറങ്ങിയാലോ ആ കണ്ണിലൂടെ ആൾക്കാർ നോക്കത്തുള്ളൂ. ഈശ്വര, ഇത്രയൊക്കെ അനുഭവിക്കാൻ കഴിഞ്ഞ ജന്മത്തിൽ ഞങ്ങൾ എന്ത് പാപം ചെയ്തു? കഴിഞ്ഞ ജന്മത്തിലല്ല, ഈ ജന്മത്തിലെ തെറ്റാ. ദേവിയച്ച നേരത്തെ തന്നെ ചന്ദ്രത്തൊന്ന് ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരണമായിരുന്നു. അത് ചെയ്യാതിരുന്നത് നമ്മുടെ എല്ലാവരുടെയും വീഴ്ചയാ. ഞാൻ എടുക്കുന്നില്ല. ആരെങ്കിലും ഭീഷണിപ്പെടുത്താൻ വിളിക്കുന്നതായിരിക്കും. അല്ലല്ല, എടുത്തു നോക്കടി. അവരുടെ വിവരം കിട്ടിട്ട് ആരെങ്കിലും വിളിക്കുന്നതാണെങ്കിലോ? എടുക്ക. ഹലോ, നിന്റെ മോളെ എവിടെയാണ് ഒളിപ്പിച്ചിരിക്കുന്നേ? പറയടി, എവിടെ നിന്റെ മോള്? അവള് രക്ഷപ്പെടാൻ മോളില്ല, തീർത്ത് കളയും തന്തേ മോളെ. അവരെ മാത്രം ആക്കണ്ട, ഞങ്ങളെ കൂടെ അങ്ങ് തീർത്തേക്ക. എവിടെ നിന്നും ശ്വാസം വലിച്ചുവിട്ടെ. ഇന്നലത്തെക്കാളും ബെറ്റർ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ബന്ധുക്കളെ കുറിച്ചൊന്നും ഓർമ്മ കിട്ടുന്നില്ലേ? ഓർമ്മിച്ചെടുക്കാൻ ഒന്ന് ശ്രമിച്ചു നോക്കൂ. നിങ്ങളുടെ പേരെന്താണെന്ന് ഓർമ്മയുണ്ടോ? എന്താ? മാധവൻ എന്നാണോ? നിങ്ങളുടെ സ്ഥലം എവിടെയാ? ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ? സെക്യൂരിറ്റി ആയിരുന്നല്ലേ? സാർ. എന്താ മണി? ഒരു മിനിറ്റ്, ഒന്ന് വന്നേ സാർ. സാറേ, ഈ പത്രത്തിലെ വാർത്ത ഒന്ന് വായിച്ചു നോക്കിയേ സാർ. മാറിക്കോളും കേട്ടോ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.